إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ദീനിലൂടെ ഇസ്ലാമിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും ഐശ്വര്യവും സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ ദീനിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മഹത്തരമായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിന ദുനിയ. 4 കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ പിന്നെ ദുനിയാവിൽ നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ അധ്യാപനത്തിന്റെ ശൈലിയാണ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം അതിന്റെ എണ്ണം പറയുകയും പിന്നീട് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളമായി നമുക്കത് കാണാം. 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്, 3 കാര്യങ്ങൾ അങ്ങനെയാണ്, 7 കാര്യങ്ങൾ അതിന്റെ പ്രത്യേകത ഇതാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചാൽ അത് മനസ്സിലാക്കാനും അത് മനഃപ്പാഠമാക്കാനും അതോർത്തെടുക്കാനുമെല്ലാം സൗകര്യമാണ്. കാരണം 3 കാര്യം എന്ന് നമ്മൾ പഠിച്ചാൽ പിന്നെ 2 നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ളൂ എങ്കിൽ 3-മത്തേത് അന്വേഷിക്കും, അതോർത്തെടുക്കാൻ ശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 4 കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ പിന്നെ ദുനിയാവിൽ എന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. 1 ഹിഫ്ളു അമാന, 2 സിദ്ഖു ഹദീസ്, 3 ഹുസ്നു ഖലീഖ, 4 ഇഫ്ഫത്തുൻ ഫീ തുഅമ. 1-മത്തേത് ഹിഫ്ളു അമാന, നീ നിന്റെ വിശ്വസ്തത അത് സൂക്ഷിക്കുക, നീ വിശ്വാസ്യത ഉള്ളവനാവുക. 2 സിദ്ഖു ഹദീസ്, നീ സത്യം പറയുന്നവനാവുക. 3 ഹുസ്നു ഖലീഖ, സൽ സ്വഭാവമുള്ളവനാവുക. ഇഫ്ഫത്തുൻ ഫീ തുഅമ, ഇഫ്ഫത്തുൻ ഫീ തുഅമ, നിന്റെ ഭക്ഷണവും സമ്പാദ്യവുമെല്ലാം ശരിയായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കുക. നോക്കൂ സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ: വിശ്വാസ്യത പാലിക്കുക, സത്യം പറയുക, സൽ സ്വഭാവമുള്ളവരാവുക, സാമ്പത്തിക വിശുദ്ധി പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളിൽ ഒന്നുപോലും ദുനിയാവിന്റെ ഒരു താല്പര്യത്തിനു വേണ്ടി പോലും നമ്മൾ ബലി കഴിക്കാൻ പാടില്ല.
ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടാതിരിക്കാൻ നാം സൂക്ഷിക്കണം. അങ്ങനെ നാം സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം നമുക്കുള്ളതാണ്. ഇത് കളഞ്ഞു കുളിച്ച് എന്തെങ്കിലും ദുനിയാവിന്റെ തുച്ഛമായ ലാഭം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം ദുനിയാവെന്നത് അങ്ങേയറ്റം നിസാരമാണ്, അത് നശ്വരമാണ്. അതൊരിക്കലും ഒരാളുടെ കയ്യിൽ ശാശ്വതമായി ഏതെങ്കിലും ഒരു കൂട്ടരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുകയില്ല. അത് നീങ്ങും. ഈ ദുനിയാവ് നമുക്ക് മുൻപ് മറ്റാരുടെയൊക്കെയോ കയ്യിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇനി ഒരു കാലം വരാനുണ്ട് നാം ഇത് വിട്ട് അള്ളാഹുവിലേക്ക് ചെല്ലുന്ന കാലം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. واتقوا يوما നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കുക. തുർജഊന ഫീഹി ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു മടക്കപ്പെടുന്ന ദിവസം. ثم توفى كل نفس ما كسبت وهم لا يظلمون. പിന്നീട് ഓരോരുത്തർക്കും അവർ സമ്പാദിച്ചു വെച്ച, അവർ പ്രവർത്തിച്ചു വെച്ചത് എന്താണോ അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ. അവർ ഒരിക്കലും അനീതിക്ക് വിധേയരാവുകയില്ല, ഒരിക്കലും അവരോട് അക്രമം കാണിക്കപ്പെടുകയില്ല. അള്ളാഹു പരിപൂർണമായ നീതി അനുസരിച്ച് അവൻ വിധി കൽപ്പിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പളപളപ്പിൽ നാം വഞ്ചിതരായിക്കൂടാ. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. الله പറയുന്നു, إنما مثل الحياة الدنيا ഈ ലോക ജീവിതത്തിന്റെ ഉദാഹരണം ഇത് ഇങ്ങനെ മാത്രമാണ്. കമാഇൻ അൻസൽനാഹു മിനസ് സമാ മുകളിൽ നിന്ന് നാം വർഷിപ്പിച്ച വെള്ളം പോലെ, മഴ പോലെ. فاختلط به نبات الأرض مما يأكل الناس والأنعام ജനങ്ങളും കാലികളും തിന്നുന്ന ഈ ഭൂമിയിലെ സസ്യലതാദികൾ ഇടതൂർന്ന് വളർന്നു ആ മഴ കാരണത്താൽ. ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹാ വസയ്യനത് ഭൂമി അതിന്റെ അലങ്കാരം അങ്ങനെ എടുത്തണിയുകയും അത് ഭംഗിയുള്ളതാവുകയും ചെയ്താൽ വظن أهلها أنهم قادرون عليها ആ വിളവെടുക്കാനായ ഭൂമി കണ്ട് അതിന്റെ ആളുകൾ ഇതാ ഇപ്പോൾ നമുക്കിതെല്ലാം കൊയ്തെടുക്കാം എന്നവർക്ക് തോന്നുകയും ചെയ്താൽ അതാഹ അംറുനാ ലൈലൻ ഔ നഹാറ രാത്രിയോ പകലോ അതാ നമ്മുടെ കൽപ്പന അതിന്റെ നേരെ വരികയാണ്. ഫജഅൽനാഹാ ഹസീദൻ കഅൻ ലം തഗ്ന ബിൽ അംസ് ഇന്നലെ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിട്ടേയില്ല എന്നതുപോലെ നാം അതിനെ നാമാവശേഷമാക്കി തീർക്കുന്നതാണ്. അതിനെ നാം വെറും വൈക്കോലുകളായി ഉണങ്ങിയ പുല്ലുകളാക്കി തീർക്കുന്നതാണ്. كذلك نفصل الآيات لقوم يتفكرون അങ്ങനെയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം അല്ലാഹു ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി നടത്തുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പച്ചപ്പിൽ, അതിന്റെ യൗവനത്തിൽ, അതിന്റെ തുടുതുടുക്കുന്ന തുടിച്ച പ്രായത്തിൽ, അതിന്റെ ആ എല്ലാ സൗന്ദര്യവും ഭംഗിയുമുള്ള സമയത്ത് നമ്മൾ അത് കാണുകയാണ്. എന്നാൽ അതാ പെട്ടെന്ന് അതിന്റെ നിറം മാറുന്നു, അത് മഞ്ഞ നിറമായി പോകുന്നു, പിന്നെ അത് ഉണങ്ങി ഓരോ ഇലകളായി കൊഴിഞ്ഞു വീഴുന്നു, പിന്നെ അതിനെ അവിടെ കാണാനില്ല. അള്ളാഹു അങ്ങനെയും ദുനിയാവിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എത്ര പെട്ടെന്നാണ് നമ്മിലെ ചെറുപ്പക്കാർ വൃദ്ധരായത്, എത്ര പെട്ടെന്നാണ് നമ്മിലെ നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആളുകൾ രോഗികളായി തീർന്നത്, എത്ര പെട്ടെന്നാണ് നമുക്കിടയിൽ ജീവിച്ച ആളുകൾ മണ്ണോട് മണ്ണ് ചേർന്നത്. ചിന്തിച്ചു നോക്കൂ, ഇതുപോലെയാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് ഈ ദുനിയാവിനു വേണ്ടി നമ്മൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച മഹത്തായ മൂല്യങ്ങൾ കളഞ്ഞു കുളിക്കരുത്. യഥാർത്ഥത്തിൽ അത് പാലിക്കുന്നതിലാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് സൗഭാഗ്യമുള്ളത്, സന്തോഷമുള്ളത്.
നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇതുകൊണ്ട് നാം പരീക്ഷിക്കപ്പെടും. ഇതിനെതിരായി പ്രവർത്തിക്കാൻ, അതിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന, അതിലേക്ക് നമ്മെ അതിയായി പ്രേരിപ്പിക്കുന്ന, പിടിച്ചുവലിക്കുന്ന പരീക്ഷണങ്ങൾ വരിക തന്നെ ചെയ്യും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിക്കാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ ജോലിയിലും, നമ്മുടെ ഇടപാടുകളിലുമെല്ലാം പാലിക്കാൻ സഹോദരങ്ങളെ നമ്മൾ അതിയായി പരിശ്രമിക്കുക. അള്ളാഹുവിനോട് നാം അതിന് തൗഫീഖിനായി ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇത് നിനക്കുണ്ടെങ്കിൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് നഷ്ടപ്പെട്ടത് യാതൊരു കുഴപ്പവുമില്ല. ദുനിയാവിൽ നിനക്കുണ്ടായ നഷ്ടമൊന്നും നഷ്ടമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉറപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ സത്യം മാത്രം പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഉറപ്പാണത്. അതുകൊണ്ട് ദുനിയാവ് നഷ്ടപ്പെടുകയില്ല. യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ദുനിയാവ് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ സംശയം വേണ്ടതില്ല. നോക്കൂ, ഒന്നാമത്തെ കാര്യം ഏതാണ്? ഹിഫ്ദു അമാന, വിശ്വാസ്യത അത് കാത്തു സൂക്ഷിക്കുക. നമ്മൾ വിശ്വസിക്കപ്പെട്ട കാര്യം, നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം, അതിൽ നാം സത്യസന്ധതയും അതുപോലെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്ന ആളുകളുമായി തീരുക. എന്താണ് അതിനെതിരായ കാര്യങ്ങൾ? ചതിയും വഞ്ചനയും കുതന്ത്രവുമൊക്കെ യഥാർത്ഥത്തിൽ ഈ അമാനത്തിന്, വിശ്വാസ്യതക്ക് എതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്, മൻ ഗശ്ശ ഫലൈസ മിന്ന, നമ്മെ വഞ്ചിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. മൻ ഗശ്ശ ഫലൈസ മിന്ന, വഞ്ചിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. മൻ ഗശ്ശനാ ഫലൈസ മിന്ന, നമ്മെ വഞ്ചിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. സഹോദരങ്ങളെ നോക്കൂ, ഈ ലോകത്ത് നമ്മൾ നോക്കിയാൽ, ഈ അങ്ങാടികളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ വഞ്ചനയുടെ എത്ര രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറമേക്ക് നല്ല ആളുകൾ ആകർഷിക്കുന്ന, ആളുകൾ കണ്ടാൽ വേഗം വാങ്ങിപ്പോകുന്ന പടങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. ആളുകൾ അത് കണ്ടാണ് വാങ്ങാൻ ചെല്ലുന്നത്. എന്നാൽ കച്ചവടം ഉറപ്പിച്ച് അവൻ ആ സാധനം നമുക്ക് എടുത്തു തരാൻ തുടങ്ങിയാൽ ഒരു മാന്ത്രികന്റെ കൈയെന്ന പോലെ അവന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേഗത്തിൽ ചലിക്കുന്നത് കാണാം. പുറമേക്ക് വെച്ച സാധനമല്ല പിന്നെ തൂക്കി തരുന്നത്, മറിച്ച് അവിടെ ഇവിടെ നിന്നും വിലയില്ലാത്ത കേടുവന്ന ചീയുന്നത് ആളുകൾക്ക് അവൻ തൂക്കി കൊടുക്കുകയാണ്. ഇത് സഹോദരങ്ങളെ ഒരു ചെറിയ കച്ചവടത്തിന്റെ കാര്യമാണെങ്കിൽ വലിയ വലിയ കച്ചവടങ്ങളിലും സമാനമായതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അങ്ങാടിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇതുപോലെ പുറമേക്ക് നല്ല ഭംഗിയുള്ള, നല്ല ഗുണനിലവാരമുള്ള കാര്യം, എന്നാൽ പുറത്ത് ആ നിലവാരത്തിലുള്ളതല്ല കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, നമ്മെ വഞ്ചിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. മറ്റൊരു റിവായത്തിൽ ഒരു ഭക്ഷണം അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് കയ്യങ്ങ് കടത്തിയപ്പോൾ ഉള്ളിലതാ നനവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, ഇത് മഴ കൊണ്ടതാണ്. അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഇതെടുത്ത് പുറത്തു വെച്ചുകൂടെ? ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ആ നിലവാരം കുറഞ്ഞത് എടുത്തു വെച്ചുകൂടെ? മൻ ഗശ്ശ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. സഹോദരങ്ങളെ, ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഗൗരവപ്പെട്ട എന്തെല്ലാം ചതികളും വഞ്ചനകളുമാണ് ജനങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അവർ വിശ്വാസ്യതയോടെ പെരുമാറും. ആരോട്? വിശ്വസ്തരായ നല്ല ആളുകളോട് അവരങ്ങനെ പെരുമാറും. എന്നാലോ അങ്ങനെ അല്ലാത്ത ആളുകളെ കണ്ടാൽ അവരെ വഞ്ചിക്കും. സഹോദരങ്ങൾ, ഒരു മുസ്ലിമിന് ഒരവസ്ഥയിലും ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക്, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനോട് നീ നിന്റെ അമാനത്ത്, നിന്റെ വിശ്വാസ്യത അത് പാലിക്കുക, അത് എത്തിക്കേണ്ട രൂപത്തിൽ അത് എത്തിക്കുക. വലാ തഖുൻ മൻ ഖാനക്, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ കൽപ്പനയാണെന്ന് നോക്കൂ. നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്. ജനങ്ങൾ അവൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ വഞ്ചിക്കാൻ നിനക്ക് അവകാശമില്ല. നീ മുസ്ലിമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ പ്രവർത്തിക്ക് അവനും നിന്റെ പ്രവർത്തിക്ക് നീയുമാണ് ചോദ്യം ചെയ്യപ്പെടുക. ഓരോ വാക്കിനും പ്രവർത്തിക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം കണ്ടുവച്ചോളൂ.
വാക്കിനും പ്രവർത്തിക്കും അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി നമുക്കില്ലാതെ പോകരുത് സഹോദരങ്ങളെ. റബ്ബിന്റെ മുന്നിൽ എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങളും ആളുകളുടെ മുന്നിൽ പറഞ്ഞു ജയിക്കാൻ പോകുന്ന അങ്ങനെയുള്ള വാദങ്ങളുമൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ മുന്നിൽ വിലപ്പോവുകയില്ലെന്ന് ഓർക്കുക. വായകൾക്ക് മുദ്ര വെക്കുന്ന, കൈകൾ സംസാരിക്കുന്ന, തൊലികളും കാലുകളുമെല്ലാം സാക്ഷ്യം പറയുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഇന്നല്ലാഹ യഅമുറുകും, അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ യഅമുറുകും, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ആളുകൾക്ക് കൃത്യമായി എത്തിച്ചു നൽകാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വഇദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധി കൽപ്പിക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ നിഅമ്മാ യഅദുകും ബിഹ്, എത്ര നല്ല കാര്യമാണ് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല കാര്യമാണ് അള്ളാഹു നിങ്ങൾക്ക് ഉപദേശിക്കുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. മറന്നുപോകരുത്, ആളുകൾ കാണുന്നില്ലെന്നോ ആളുകൾ അറിയുന്നില്ലെന്നോ വിചാരിച്ച് ജനങ്ങളെ വഞ്ചിക്കരുത്, പറ്റിക്കരുത്. അള്ളാഹു കാണുന്നുണ്ട്. അവന്റെ പിടുത്തത്തിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടേക്ക് പോകും നീ? ഏത് ഭൂമിയാണ് നിന്റെ ഭാരം ചുമക്കുക? ഏതാകാശമാണ് നിനക്ക് തണൽ വിരിക്കുക? അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക. നമ്മുടെ വിശ്വാസ്യത, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് സത്യസന്ധമായി നിറവേറ്റുക. വഞ്ചനയും ചതിയും കുതന്ത്രവുമൊന്നും സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല. അള്ളാഹുവിങ്കിൽ മറുപടി ചെന്ന് നിൽക്കേണ്ടുന്ന, റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന ആളുകളാണ് നാം എന്നത് മറക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തായ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത് സിദ്ഖു ഹദീസ്. നീ സംസാരിക്കുമ്പോൾ നിന്റെ വാക്കുകൾ സത്യസന്ധമാവുക. കളവ് പറയുക എന്നതൊരിക്കലും നിനക്ക് യോജിച്ചതല്ല. നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും വിളിച്ച പേരെന്താണ്? അസ്സാദിഖ് അൽ അമീൻ. അസ്സാദിഖുൽ അമീൻ, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് ആരംഭിച്ചത് തന്നെ അവിടുത്തെ സത്യസന്ധത മുൻനിർത്തിയിട്ടാണ്. ഇതാ ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കൂടിയ മുശ്രിക്കുകളായിരുന്ന ആളുകൾ ഒന്നടങ്കം പറഞ്ഞത്? ഉറപ്പായും ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, സിദ്ഖല്ലാതെ, സത്യസന്ധതയല്ലാതെ താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവമുണ്ടായിട്ടില്ല. മാ ജറബ്നാ അലൈക കദിബ, ഒരിക്കലും ഒരു കളവ് താങ്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നോക്കൂ മുസ്ലിമേ, ഇതാണ് നിന്റെ റസൂൽ, ഇതാണ് നിന്റെ മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ മുഖത്തേക്ക് നിനക്ക് പരലോകത്ത് നോക്കണ്ടേ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ നിനക്ക് കഴിയണ്ടേ? ആ നബിയെ നിനക്ക് കൺകുളിർക്കെ കാണണ്ടേ? നീ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യവും മാതൃകയും പിൻപറ്റാതെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാ സഹാബത്ത് പറയുകയാണ്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് യാത്ര പോവുകയായിരുന്നു. അങ്ങനെ അറാബികളായ ആളുകൾ, വലിയ മര്യാദയും സംസ്കാരവും ഒന്നും അറിയാത്ത അറാബികളായ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ കൂടി നബിയോടിങ്ങനെ എന്തെങ്കിലും ദാനം നൽകാൻ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞു. ഒടുവിൽ ഹത്താ ഇൽതറുഹു ഇലാ സമുറ, ഒരു മുൾമരത്തിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്തേക്ക് ചാഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടത്തേക്ക് തള്ളുന്ന രൂപത്തിൽ ഇവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടി. ഫഖത്തിഫത് റിദാഅഹു, അവിടുത്തെ തട്ടം ആ മുൾമരത്തിൽ കുരുങ്ങിപ്പോയി. ഫവഖഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അതൂനി റിദാഇ, എന്റെ തട്ടം നിങ്ങൾ എനിക്ക് തരൂ. ലൗ കാന ലി അദദു ഹാദിഹിൽ ഇദാഇ നഅമൻ ലഖസംതുഹു ബൈനകും, ഇതാ ഈ മുൾമരങ്ങളുടെ എണ്ണത്തിന്റെ അത്രയും ഒട്ടകങ്ങൾ എന്റെ കയ്യിലുണ്ടെങ്കിൽ ലഖസംതുഹു ബൈനകും, ഞാൻ നിങ്ങൾക്കത് വീതിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് വീതിച്ചു തരിക തന്നെ ചെയ്യും. ثم لا تجدوني بخيلا ولا كذوبا ولا جبانا, ഒരിക്കലും കളവ് പറയുന്ന ഒരാളോ
അല്ലെങ്കിൽ പിശുക്കനായ ഒരാളോ ഭീരുവായ ഒരാളോ ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് അങ്ങേയറ്റം സത്യസന്ധനാണ്, അങ്ങേയറ്റം ഉദാരനാണ്, അങ്ങേയറ്റം ധീരനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഓ അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിച്ച മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൈക്കും ബിസ്സദ്ഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കുക. ഫഇന്ന അസ്സദ്ഖ യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. തീർച്ചയായും സത്യസന്ധത നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. ഫഇന്ന الرجل لا يصدق ويتحرى الصدق حتى يكتب عند الله صديقا. ഒരുവൻ സത്യം പറയും, ഏതേതവസ്ഥയിലും സത്യം മാത്രം പറയാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അല്ലാഹുവിങ്കൽ അവൻ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. സിദ്ദീഖുകളുടെ സ്ഥാനം എവിടെയാണ്? നബിമാരുടെ തൊട്ടുടനെയാണ് അവരുടെ സ്ഥാനം. ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. നബിമാരുടെ കൂടെ ഏറ്റവും അടുത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ പരാമർശിച്ച തൊട്ടുടനെ പറഞ്ഞത് സിദ്ദീഖുകളെയാണ്. വഇയ്യാകും വൽ കദിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇയ്യാകും വൽ കദിബ്, കളവ് പറയുന്നത് നിങ്ങൾ അങ്ങേയറ്റം സൂക്ഷിക്കുക, കളവ് പറയരുത്. കാരണം എന്താണ്? ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് തിന്മയിലേക്ക്, മ്ലേച്ഛകരമായ കാര്യങ്ങളിലേക്ക് നയിക്കും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, മ്ലേച്ഛകരമായ കാര്യങ്ങൾ അത് നരകത്തിലേക്ക് നയിക്കും. സഹോദരങ്ങളെ, വാക്കിൽ സത്യസന്ധതയും നന്മയും പുലർത്തുന്ന ഒരുവന്റെ പ്രവൃത്തിയിലും നിങ്ങൾക്കത് കാണാം. വാക്കിൽ കളവ് പറയുന്ന ഒരുവന്റെ പ്രവൃത്തിയിലും തീർച്ചയായും അത് കാണാം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നർ റജുല ലയക്ദിബ്, ഒരുവൻ കളവ് പറയും, വയതഹറൽ കദിബ്, പിന്നെ അവൻ കളവ് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അല്ലാഹുവിങ്കൽ അവൻ കദ്ദാബ്, പെരുങ്കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. നഊദു ബില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏതേതവസ്ഥയിലും സിദ്ഖ് മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമഹ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. മൂന്ന് വിഭാഗം ആളുകളെ അവരോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു സംസാരിക്കുകയില്ല, അല്ലാഹു അവരെ നോക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയില്ല. വേദനയേറിയ ശിക്ഷയാണ് അവർക്ക് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഇത് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂദർ അത് കേട്ടപ്പോൾ പറഞ്ഞു, ഖാബു വഖസിറു, അവർ തുലഞ്ഞത് തന്നെ, അവർ നഷ്ടം പറ്റിയവർ തന്നെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അവർ അല്ലാഹുവിന്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ബിൽ, ഒന്നാമത്തേത് അൽ മുസ്ബിൽ, നെരിയാണിക്കതായ വസ്ത്രം ധരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തേത് അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറഞ്ഞ് ആളുകളെ ദ്രോഹിക്കുന്നവനാണ്. വല്ല ദാനമോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തു പറയും. മൂന്നാമത്തേത് അൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ള സത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്ക് വിറ്റഴിക്കുന്നവനാണ്. കളവ് പറയുക, കളവിങ്ങനെ പറയുക, സത്യവും കളവും കൂട്ടിക്കുഴച്ച് പറയുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നാൽ സഹോദരങ്ങൾ, അങ്ങനെയുള്ള കച്ചവടത്തിന് യാതൊരു ബറക്കത്തും ഒരിക്കലും ഉണ്ടാവുകയില്ല, അത് അവൻ ഒരിക്കലും തികയുകയില്ല. അവന്റെ പണം ഒരു വഴിക്ക് വരുന്നതും അതിനേക്കാൾ വേഗത്തിൽ വേറെ വഴിക്ക് പോകുന്നതും കാണാം. പക്ഷെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. വീണ്ടും ഇതേപോലെ എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് ആ നഷ്ടം നികത്താമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അതല്ല സംഭവിക്കാൻ പോകുന്നത് വീണ്ടും നഷ്ടത്തിന് മേൽ നഷ്ടവും. ദുനിയാവൊരിക്കലും, ദുനിയാവിന്റെ ശുഗൽ, അതിനു പിന്നാലെയുള്ള ഓട്ടം തീരാത്ത, ഒരു നല്ല കാര്യത്തിനും അവന് നേരമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവൻ പതിക്കുക. സഹോദരങ്ങളെ, നാം സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങളിൽ ദുനിയാവിൽ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ദുനിയാവിൽ എന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 4 കാര്യങ്ങളിൽ 3-ാമത്തെ കാര്യം ഹുസ്നു ഖലീഖ, സൽ സ്വഭാവം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണത്. അല്ലാഹുവിന്റെ കാരുണ്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അവന്റെ കാരുണ്യം കൊണ്ടാണ് ലിൻത ലഹും, താങ്കൾ അവരോട് ലോലമായി മൃദുവായി നല്ല രൂപത്തിൽ അവരോട് പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി, താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, അവരെല്ലാം താങ്കളിൽ നിന്ന് കൊഴിഞ്ഞുപോയേനെ, താങ്കളുടെ അടുത്തു നിന്നും പിരിഞ്ഞുപോയേനെ. ഫഅഫു അൻഹും, നബി അവർക്ക് വിട്ടുകൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, കാര്യം തീരുമാനിച്ചാൽ പിന്നെ നീ അല്ലാഹുവിൽ തവക്കുലാക്കുക. അല്ലാഹു തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം മൃദുവായ സ്വഭാവം അല്ലാഹുവിന്റെ കാരുണ്യമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് പ്രകൃതിയാ ചില ആളുകൾക്ക് കിട്ടും, അല്ലാഹു നേരത്തെ നൽകും. അശജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അബ്ദുൽ ഖൈസ് ഗോത്രക്കാരനായ അശജ് ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്താണത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിൽമു വൽ അനാതു. ഒന്ന് ഹിൽമാണ്. ഹിൽം എന്നാൽ ബുദ്ധി എന്നതിനർത്ഥമുണ്ട്, അതുപോലെ സഹനശീലം എന്നതിനർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒരുമിച്ചാണ് ഒരാൾക്കുണ്ടാവുക. ഒരുവന്റെ സഹനം, നല്ല ക്ഷമയുള്ള സ്വഭാവം അവന്റെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. വൽ അനാതു, എടുത്തുചാടാതെ അവധാനതയോടെ പ്രവർത്തിക്കുക. ഈ 2 സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. ഈ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇതെനിക്ക് നേരത്തെ അല്ലാഹു എന്റെ സൃഷ്ടിപ്പിൽ വെച്ചതാണോ, അതല്ല എനിക്ക് പിന്നീട് കിട്ടിയതാണോ, ആളുകൾ പരിശീലിച്ച് നേടിയെടുക്കുന്നത് പോലെയുള്ളതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അല്ലാഹു താങ്കൾക്ക് നേരത്തെ നൽകിയതാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവത്തിൽ എന്നെ പടച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇങ്ങനെ സഹോദരങ്ങളെ, ചിലർക്ക് അവരുടെ മട്ട് തന്നെ അങ്ങനെയായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, അല്ലാഹുവിന്റെ അനുഗ്രഹമാണത്. അങ്ങനെയുള്ളവർ അല്ലാഹുവിനെ സ്തുതിക്കുകയും ആ സൽ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക. എന്നാൽ ചില ആളുകൾ അവരുടെ സൃഷ്ടിപ്പിൽ അങ്ങനെ ആയിരിക്കുകയില്ല, സൃഷ്ടിപ്പിൽ അവർക്ക് മോശം സ്വഭാവമായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ പരിശീലിക്കുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും പണിപ്പെടുകയും എന്നിട്ട് സൽ സ്വഭാവം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു അത് നൽകും. വമൻ യതസബ്ബർ യുസബ്ബിറുഹു അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആരാണോ ക്ഷമ പരിശീലിക്കുന്നത്, അതിനുവേണ്ടി കടിച്ചുപിടിച്ച് പരിശ്രമിക്കുന്നത്, അവൻ അല്ലാഹു സബർ നൽകും. അങ്ങനെ സഹോദരങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ അത് ചെറുതിൽ ക്ഷമിച്ച് വീണ്ടും പിന്നെ അതിനു മുകളിൽ ക്ഷമിച്ച് വീണ്ടും എല്ലാ സൽ സ്വഭാവങ്ങളും ക്ഷമ പോലെ, ഉദാരത പോലെ, ധീരത പോലെ, നല്ല വാക്കുകൾ പറയുക എന്നതുപോലെയുള്ള സൽ സ്വഭാവങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന്റെ വിശദീകരണം, ഒരാൾ എങ്ങനെയാണ് സൽ സ്വഭാവിയാവുക, എന്താണ് ഹുസ്നുൽ ഖുലുഖ് എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കഫുൽ അദ, ഒന്ന്, നീ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. 2, ബദ്ലുന്നദ, അവർക്ക് നീ നന്മകൾ, നിന്നെ കൊണ്ട് സാധിക്കുന്ന നന്മകൾ അവർക്ക് വാക്കാലും പ്രവൃത്തിയാലും നൽകുക. 3, തലാഖത്തുൽ വജ്ഹ്, നീ മുഖപ്രസന്നതയുള്ളവനാവുക, നല്ല മുഖത്തോടെ ആളുകളെ അഭിമുഖീകരിക്കുക. ഈ 3 കാര്യങ്ങളാണ് സൽ സ്വഭാവമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമഹത്തായ ഒരു വിശദീകരണം സൽ സ്വഭാവത്തിന് നൽകിയിട്ടുണ്ട്. ഫമൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാർ വയുദ്ഖലൽ ജന്ന, ആർക്കാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനും ആഗ്രഹമുള്ളത്, അവൻ എന്ത് ചെയ്യട്ടെ? ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവനായിരിക്കെ അവനിലേക്ക് മരണമെത്തട്ടെ, അഥവാ മരണം വരെ ഈമാൻ മുറുകെ പിടിക്കട്ടെ. 2-ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വലിയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅത ഇലൈഹി, ജനങ്ങൾ അവനോട് എങ്ങനെ പെരുമാറണമെന്നാണോ അവൻ ആഗ്രഹിക്കുന്നത്
അതുപോലെ അവൻ ജനങ്ങളോട് പെരുമാറട്ടെ. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല വിശദീകരണമാണ് നേരായ സ്വഭാവത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. നിന്നോട് ആളുകൾ മോശമായി പെരുമാറുന്നത് നിനക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. നിന്നോട് എങ്ങനെ പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതുപോലെ നീ ജനങ്ങളോട് പെരുമാറുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അന സഈമുൻ ബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖഹ്. ആരാണോ തന്റെ സ്വഭാവം നന്നാക്കിയത് അവന് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ, ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടെന്ന് ഞാൻ ഉറപ്പു തരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം മഹത്തരമായ സ്വഭാവത്തിന് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇഫ്ഫത്തുൻ ഫി തുഅമ. നമ്മുടെ ഭക്ഷണം അതിൽ നാം വിശുദ്ധി പാലിക്കുക, നമ്മുടെ സമ്പാദ്യം നേരായതായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. എന്നാൽ വബൈനഹുമ ഉമൂർ മുസ്തബിഹാത്ത്, അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട് രണ്ടിനോടും സാദൃശ്യമുള്ളത്. ലാ യഅലമുഹുന്ന ഇല്ലാ ഖലീലുൻ മിനന്നാസ്. ജനങ്ങളിൽ വളരെ കുറച്ചു പേർക്ക്, അഥവാ വളരെ ആഴമുള്ള വിജ്ഞാനമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അത് യഥാർത്ഥത്തിൽ ഹലാലാണോ ഹറാമാണോ എന്നറിയുകയുള്ളൂ. ഫമൻ ഇത്തഖ ശുബ്ഹാത്ത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി. ആരാണോ അങ്ങനെയുള്ള സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അവൻ തന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചിരിക്കുന്നു. വമൻ വഖഅ ഫി ശുബ്ഹാത്ത് വഖഅ ഫിൽ ഹറാം. സംശയാസ്പദമായ കാര്യങ്ങളിൽ ആരാണോ വീഴുന്നത് അവൻ ഹറാമിൽ വീഴും. കർറാഇ യർആ ഹൗലൽ ഹിമ. ആടുകളെ കാലികളെ മേയ്ക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തിന്റെ അടുത്തുകൂടെ തന്റെ കാലികളെ മേയ്ക്കുന്ന ഒരുവനെ പോലെ. യൂഷിക്കു അയ്യർതഅ ഫീഹ്. അവൻ അറിയാതെ പെട്ടെന്ന് തന്റെ കാലികൾ അതിലേക്ക് കടന്നു കയറിയേക്കാം. അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമ. അറിയണം, ഓരോ രാജാവിനും ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഒരു പ്രദേശമുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹ്. അള്ളാഹുവിന്റെ സംരക്ഷിക്കപ്പെട്ട സ്ഥലം അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ്. അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിൽ വീണോ വീണില്ലേ എന്ന രൂപത്തിലുള്ള സമ്പാദ്യ മാർഗങ്ങളിലേക്ക് സഹോദരങ്ങളെ നമ്മൾ പോകരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയണം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അലാ വഹിയൽ ഖൽബ്. അറിയണം, അതാകുന്നു ഹൃദയം. ഖൽബ് നന്നാവുക, അള്ളാഹു അതിന് പരിശുദ്ധി നൽകുക, എങ്കിൽ എല്ലാം നന്നാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സമ്പാദ്യമാർഗങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സുൽഹ നൽകുമാറാകട്ടെ. അതെല്ലാം നമുക്ക് അള്ളാഹു പരിശുദ്ധമാക്കി ഏറ്റവും വിശിഷ്ടമാക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലായ പാടില്ലാത്ത സ്വത്ത് സമ്പാദിക്കുന്നത് നമ്മോട് വിലക്കിയിരിക്കുന്നു. നമ്മുടെ ദുആ പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാലഹ്. ഏത് ശരീരമാണോ ഹറാം കൊണ്ട് വളർന്നത് അതിനേറ്റവും യോജിച്ച സ്ഥലം നരകമാകുന്നു. ഹറാം കൊണ്ട് പുഷ്ടിപ്പെട്ട മാംസവും മജ്ജയുമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സ്വർഗത്തിന് യോജിക്കുകയില്ല. സ്വർഗം തയ്യിബായ ആളുകൾക്ക്, വിശിഷ്ടമായ പരിശുദ്ധരായ ആളുകൾക്കുള്ള സങ്കേതമാണ്. വൃത്തികെട്ടതിൽ നിന്ന്, ഹറാമിൽ നിന്ന് ഉണ്ടായ തടിയുമായി പരലോകത്ത് ചെന്നാൽ നരകമാണ് കൂടുതൽ യോജിച്ച സ്ഥലം. നഊദു ബില്ലാഹി മിനന്നാർ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പിശാച് നമ്മെ വഞ്ചിക്കരുത്. ചില ആളുകൾ പറയും, ഞാൻ സത്യസന്ധതയോടെ, ഞാൻ എല്ലാ മൂല്യങ്ങളും പാലിച്ചായിരുന്നു ഈ പണിക്കിറങ്ങിയത്, പക്ഷെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഹക്ക് മുറുകെ പിടിച്ച ഹക്കും ബാത്തിലും ഹലാലും ഹറാമും ഒന്നും നോക്കുന്ന ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ആരുടെയും കച്ചവടം നടക്കുന്നില്ല. എന്നാൽ ഇതൊന്നും പാലിക്കാത്ത കള്ളന്മാരുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആയാലേ പറ്റൂ എന്ന പിശാചിന്റെ വാദം സഹോദരങ്ങളെ, നമ്മളതിൽ വഞ്ചിതരായി പോകരുത്, അതിൽ നമ്മൾ വീണു പോകരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചരിത്രത്തിൽ സിദ്ഖ് പാലിച്ച, ഹലാൽ ഹറാമുകൾ നോക്കിയ ആളുകൾ, അതിൽ ഉറച്ചു നിന്ന ആളുകൾ ഒരിക്കലും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൈയൊഴിഞ്ഞിട്ടില്ല, ഒഴിയുകയില്ല. അള്ളാഹു അവർക്ക്, അള്ളാഹുവിനു വേണ്ടി അവർ മാറ്റിവെച്ചത്, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ നല്ലത് ഈ ലോകത്ത് തന്നെ പകരം നൽകുമെന്നത് തീർച്ചയാണ്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമെ, നീ അത് മുറുകെ പിടിക്കുക. ദുനിയാവിന് എന്ത് സംഭവിക്കട്ടെ, ഭൂമി ഇവിടെ നിൽക്കുകയോ അത് കീഴ്മേൽ മറിയുകയോ ചെയ്യട്ടെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂല്യങ്ങൾ സഹോദര നീ മുറുകെ പിടിക്കുക. നിനക്ക് ഖൈറേ വരൂ, നിന്റെ കുടുംബത്തിന് ഖൈറേ വരൂ, നിന്റെ മക്കൾക്കും നിന്റെ ഒരുപാട് തലമുറകൾക്കും അള്ളാഹു നിന്റെ സുൽഹ് കൊണ്ട്, നിന്റെ സത്യസന്ധതയും മാന്യതയും നിന്റെ തഖ്വയും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. അള്ളാഹു അവരെ കാക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചോ അള്ളാഹു അവന് പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അള്ളാഹുൽ തവക്കുലാക്കിയോ അവന് അള്ളാഹു മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم عافنا يا أرحم الراحمين. اللهم عافنا واعف عنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا